ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അനീഷ. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാമ്പിൾസ് ഓഫ് APനെ കുറിച്ചാണ്. നമ്മൾ ഓരോ എക്സാമ്പിൾ നോക്കുന്നതിനോടൊപ്പം അതൊരു ഇൻഫിനിറ്റ് AP ആണോ ഫൈനൈറ്റ് AP ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. 2, 4, 6, 8 അതാണ് ആദ്യത്തെ AP നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ AP നോക്കുവാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പദം എന്താണ്? 2 ആണ്. രണ്ടാമത്തെ പദം 4 ആണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേമിൽ നിന്ന് ആദ്യത്തെ ടേം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 - 2 2 എന്ന് കിട്ടും. അതുപോലെ അപ്പോൾ നമുക്ക് ആ ഒരു APയുടെ കോമൺ ഡിഫറൻസ് 2 ആണെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം ഇത് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സാണ്. പക്ഷേ ഈ ഒരു സീരീസ് നോക്കുവാണെങ്കിൽ അതൊരു ഇൻഫിനിറ്റ് സീരീസാണ്. നമുക്ക് കൃത്യമായിട്ട് ഇത്ര നമ്പേഴ്സ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു AP എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫിനിറ്റ് AP ആണെന്ന് നമുക്ക് പറയാം. അടുത്തത് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. 1, 3, 5, 7 ഇത് സെറ്റ് ഓഫ് എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സിൻ്റെയും കോമൺ ഡിഫറൻസ് എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ 3 - 1 2, 5 - 3 2. അപ്പോൾ എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 തന്നെയാണ്. അതുപോലെ അതിന് നമുക്ക് എത്ര നമ്പേഴ്സ് വരെ ഉണ്ട് എന്നൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ നമ്പേഴ്സ് എന്താ ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. അതുപോലെ നമുക്ക് ലാസ്റ്റ് ടേമും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫിനിറ്റ് AP ആണെന്ന് നമുക്ക് പറയാം. അടുത്ത എക്സാമ്പിൾ നോക്ക്. 1, 2, 3 എക്സെട്ര 10 വരെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേം നോക്കുവാണെങ്കിൽ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എല്ലാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അതുമല്ല അത് 10 വരെയെന്ന് നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടേം നമുക്ക് 10 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഒരു ഫൈനൈറ്റ് AP ആണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, അല്ലേ? കാരണം എന്താണ്? ലാസ്റ്റ് ടേം 10 ആണെന്ന് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അതുപോലെ കോമൺ ഡിഫറൻസ് 1 ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ഫൈനൈറ്റ് AP ആയിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കി. 10, 20, 30 എക്സെട്ര. ഈ AP നോക്കുവാണെങ്കിൽ ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. 10 വീതം കൂടിയാണ് പോയിരിക്കുന്നത്. ഇതിനും നമുക്കൊരു ലാസ്റ്റ് ടേം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഇൻഫിനിറ്റ്, അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അവസാനം ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സീരീസ് ആയിട്ടാണ് ഇത് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു APനെ നമുക്ക് എന്തായിട്ടാണ് പറയാം? നമുക്ക് ഈ ഒരു APനെ നമുക്ക് ഇൻഫിനിറ്റ് AP ആയിട്ടാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിയേ. 3, 6, 9, 12 എക്സെട്ര ടു 21. ഇതെന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 3യുടെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 3 ആയിരിക്കും. 3 വീതമാണ് ഇത് കൂടി വന്നിരിക്കുന്നത്. അതിന് കോമൺ ഡിഫറൻസ് 3 ആണ്. അതുപോലെ ഈ ഒരു ടേം എന്ന് പറയുന്നത് 21 വരെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഫൈനൈറ്റ് AP ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? 21 വരെയാണ് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ടേം 21 ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ എന്താണ്? നമുക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഇതൊരു ഫൈനൈറ്റ് AP ആണ്.